സുഹൃത്തുക്കളെ, പലരും പറയാറുണ്ട് ഖുറാനിൽ തന്നെ ആഴക്കടലിലെ ശാസ്ത്രം 1400 വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷേ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അത് ശരിക്കും ശാസ്ത്രമായിരുന്നോ, അല്ലെങ്കിൽ സാധാരണ നിരീക്ഷണങ്ങൾ? കവിതാ സ്വഭാവത്തിൽ പറഞ്ഞതോ? ഓരോന്നായി നോക്കാം. ആദ്യവാദം, ആഴക്കടലിൽ വെളിച്ചമില്ല. ഖുറാൻ വാദികളുടെ ആദ്യവാദം നോക്കാം. ഖുറാൻ സൂറ 24 ആയത്ത് 40 ഇൽ പറയുന്നത്, വിപുലമായ കടലിന്റെ ആഴത്തിൽ ഇരുട്ടുകൾ തന്നെയായിരിക്കും. തിരമാലകൾക്കു മുകളിൽ തിരമാലകൾ, അവയുടെ മുകളിൽ മേഘങ്ങൾ, ഇരുട്ടിന് മുകളിൽ ഇരുട്ട്. ഇവിടെ ഖുറാൻ വാദികളുടെ അവകാശവാദം ഇങ്ങനെയാണ്: ആഴക്കടലിൽ വെളിച്ചമില്ലെന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു അത്ഭുതകരമായ ശാസ്ത്രവിവരണം ആണെന്നാണ് അവകാശം. പക്ഷേ ശാസ്ത്രം പറയുന്നത് വേറെയാണ്. സൂര്യപ്രകാശം കടലിൽ കയറുന്നത് 200 മീറ്റർ വരെ മാത്രമാണ്. അതിന് താഴേക്ക് പോയാൽ വെളിച്ചം കുറയുന്നു. 1000 മീറ്ററിൽ താഴെ പോയാൽ വെളിച്ചം പൂർണ്ണമായും ഇല്ലാതാകും. അതായത് കടലിന്റെ ആഴങ്ങളിൽ ഇരുട്ട് ഉണ്ടെന്നത് ശരിയാണ്. പക്ഷേ ഖുറാനിലെ വാചകം വ്യക്തമായ ശാസ്ത്രവിവരണമല്ല. ഇരുട്ടുകൾ ഒന്നിന്മേൽ ഒന്ന് എന്ന് പറയുന്നത് കൊടുങ്കാറ്റുള്ള കടലിൽ, മേഘാവൃതമായ ആകാശത്തിൽ സാധാരണ കണ്ടിരുന്ന ഇരുട്ടിനെക്കുറിച്ചുള്ള കവിതാപരമായ ഭാഷ മാത്രമാണ്. പഴയകാലത്ത് തന്നെ ചില ഗ്രീക്ക് ചിന്തകർ പറഞ്ഞിട്ടുണ്ട്. അവരിൽ അരിസ്റ്റോട്ടിൽ എന്ന തത്വചിന്തകനും പ്ലിനി എന്ന എഴുത്തുകാരനും കടലിന്റെ ആഴങ്ങളിൽ വെളിച്ചമില്ലെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിൽ മീൻ പിടിച്ചിരുന്നവർക്ക് പോലും ആഴങ്ങളിൽ വെളിച്ചമില്ലെന്ന് അറിയാമായിരുന്നു. അതിനാൽ ഈ ആദ്യവാദം പുതിയ ശാസ്ത്രമല്ല, മറിച്ച് സാധാരണ നിരീക്ഷണത്തിന്റെ കവിതാപരമായ വിവരണം മാത്രമാണ്. രണ്ടാം വാദം, കടലുകൾ തമ്മിൽ വേർതിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഖുറാൻ വാദികളുടെ രണ്ടാം വാദം നോക്കാം. ഖുറാൻ സൂറ 55 ആയത്തുകൾ 19 മുതൽ 20 വരെ ഇൽ പറയുന്നത്, രണ്ട് സമുദ്രങ്ങളെ അവൻ ഒഴുക്കുന്നു, അവ തമ്മിൽ കണ്ടുമുട്ടുന്നു, അവയുടെ ഇടയിൽ ഒരു തടസ്സം ഉണ്ടാക്കി, അതു അവർ കടന്നു പോരുന്നില്ല. ഇവിടെ ഖുറാൻ വാദികളുടെ അവകാശവാദം ഇങ്ങനെയാണ്: രണ്ട് കടലുകൾ തമ്മിൽ കലരുന്നില്ല. അത് ഒരു ശാസ്ത്ര അത്ഭുതമാണെന്നാണ് അവകാശം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വേറെയാണ്. നദിയും കടലും കൂടുന്നിടത്ത് മധുരജലവും ഉപ്പുവെള്ളവും ഒരുമിച്ച് വരുന്നു. ആ വെള്ളങ്ങൾ പതിയെ കലർന്നുകൊണ്ടിരിക്കും. ആ മാറുന്നിടത്ത് ഉപ്പിന്റെ അളവിലും ചൂടിലും വ്യത്യാസം കാണാം. ഇത് സ്വാഭാവിക കലർന്നുപോകലാണ്. ഖുറാൻ പറയുന്ന പോലെ കടക്കാനാവാത്ത മതിൽ ഒന്നും വെള്ളത്തിനിടയിൽ ഇല്ല. അതിനാൽ രണ്ടാം വാദവും ശാസ്ത്രപരമായ അത്ഭുതമല്ല, സാധാരണ മനുഷ്യർക്ക് നേരിട്ട് കണ്ടറിയാൻ കഴിയുന്ന പ്രകൃതി ദൃശ്യം മാത്രമാണ്. മൂന്നാം വാദം, തിരമാലകൾക്കു മുകളിൽ തിരമാലകൾ. ഇനി ഖുറാൻ വാദികളുടെ മൂന്നാം വാദം നോക്കാം. ഖുറാനിൽ പറയുന്ന തിരമാലകൾക്കു മുകളിൽ തിരമാലകൾ എന്ന വാചകം, ഇവിടെ ഖുറാൻ വാദികളുടെ അവകാശവാദം ഇങ്ങനെയാണ്: വെള്ളത്തിനടിയിലെ തിരമാലകളെ സൂചിപ്പിക്കുന്നു. അഥവാ വെള്ളത്തിനടിയിലെ നീക്കം ഖുറാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവകാശം. പക്ഷേ ഖുറാനിലെ വാചകത്തിന്റെ അർത്ഥം നോക്കിയാൽ അത് കടലിന്റെ മേലിലുള്ള തിരമാലകളും അതിനു മുകളിൽ വരുന്ന ഇരുണ്ട മേഘങ്ങളും മാത്രമാണ്. വെള്ളത്തിനടിയിലെ തിരമാലകൾ മനുഷ്യർ കണ്ടെത്തിയത് വളരെ കഴിഞ്ഞാണ്. ഖുറാനിൽ അതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ഒന്നുമില്ല. അതിനാൽ മൂന്നാം വാദവും ശാസ്ത്രവിവരണം അല്ല, ഇത് കവിതാ സ്വഭാവമുള്ള ഒരു ഭാഷ മാത്രം. പിന്നീട് വന്നവർ നിർബന്ധിച്ച് ശാസ്ത്രവുമായി ബന്ധിപ്പിച്ചതാണ്. അതിനാൽ സുഹൃത്തുക്കളെ, ഈ മൂന്ന് വാദങ്ങളും നോക്കിയപ്പോൾ വ്യക്തമാണ്: ഖുറാനിലെ ആഴക്കടൽ വചനങ്ങൾ ഒന്നും യഥാർത്ഥ ശാസ്ത്രം അല്ല, അവ കവിതാപരമായ വിവരണങ്ങൾ മാത്രം. പിന്നീട് വന്നവർ അതിനെ ശാസ്ത്രവുമായി ബന്ധിപ്പിച്ചതാണ്. അതുകൊണ്ട് വ്യക്തമായി പറയാം, പുരാതന കവിത ശാസ്ത്ര അത്ഭുതമല്ല. ഇതുവരെ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.